പണ്ടൊരിക്കൽ ലെനാനിൽ ഒരു അത്ഭുതകരമായ വൈദ്യശാലയുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വൈദ്യൻ ഒരുപാട് കഴിവുള്ളവനും അത്ഭുത സിദ്ധിയുള്ള ഒരാളായിരുന്നു. അവിടെ എങ്ങനത്തെ രോഗികൾ വന്നാലും 15 ദിവസം കൊണ്ട് രോഗമൊക്കെ ഭേദാവും. മാസത്തിലൊരിക്കൽ അവർ പരിശോധന ചീട്ട് വിതരണം ചെയ്യാറുണ്ട്. അത് വാങ്ങാൻ രോഗികൾ എല്ലാവരും വരിവരിയായിട്ട് നിൽക്കാറുണ്ട്. അത് കാരണം അവിടെയുള്ള ആളുകൾക്ക് വഴി നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. എനിക്കിതാ ഈ മാസത്തിലെ ചീട്ടൊക്കെ തീർന്നു, ഇനി ആരും നിൽക്കണ്ട. ഈ മാസത്തിലെ ചീട്ടെല്ലാം തീർന്നു പോയെന്ന് ഇനി ആരും നിൽക്കേണ്ട കാര്യമില്ല. പൊയ്ക്കോളൂ. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അടുത്ത പ്രാവശ്യം നേരത്തെ വന്ന്. ഇത്തവണ ഭാഗ്യമില്ല. പറ്റില്ല, ഇത് കൂടുതൽ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന് ആ ചീട്ട് വാങ്ങിച്ചിരിക്കും. ഞാൻ സൂഷിവാൻ. എനിക്ക് 16 വയസ്സാ. പൂ കച്ചവടമാണ് എന്റെ ജോലി. പൂ വേണോ? നിങ്ങൾക്ക് പൂ വേണോ? എന്റെ കുട്ടിക്കാലത്ത് അച്ഛനമ്മ മരിച്ചു. അനിയുടെ കൂടെ താമസിക്കുന്നത്. അവന് കാലിന് സ്വാധീനമില്ല. അതെങ്ങനെയെങ്കിലും ഏതാക്കാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്റെ അനിയനടുത്ത് ഈ വൈദ്യശാലയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എവിടുന്നോ കയറി വന്ന് എല്ലാം അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ആൾക്ക് നല്ല പഠിപ്പും നല്ല സൗന്ദര്യമുണ്ട്. അദ്ദേഹം ജൂ കുടുംബത്തിന്റെ അവകാശിയാണത്ര. ആഭരണങ്ങൾ തയ്യാറാക്കുന്നതിൽ അവർ പ്രശസ്തരാണ്. അദ്ദേഹത്തിന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങളൊക്കെ വലിയ വിലയ്ക്ക് വിറ്റുപോവത്ര. അതുകൊണ്ടാണ് ജൂ കുടുംബം ഇത്രയും പ്രശസ്തമായത്. പക്ഷെ അവൻ ആരോടും മിണ്ടില്ല. അതുകൊണ്ട് 18 വയസ്സായിട്ടും ഒറ്റയ്ക്കായി പോയത്. അവന്റെ പുറകെ ഒരുപാട് പെണ്ണുങ്ങളെ ഭ്രാന്ത് പിടിച്ച് അങ്ങനെ ഒരു സംഭവത്തിൽ നിന്നാണ് ഞാൻ എന്റെ കഥ തുടങ്ങാൻ പോകുന്നത്. മിസ്റ്റർ സു, ഇവർക്ക് മാരകമായ അസുഖമാണുള്ളത്. ഇവിടുത്തെ നിയമപ്രകാരം ഇനി ഇവിടെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ആ നിയമം ലംഘിച്ചില്ലെങ്കിൽ ഇവൾക്ക് ചികിത്സ കിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതൊന്നും വലിയ കാര്യമല്ല. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്റെ സുഹൃത്തിനും ഇങ്ങനെ സംഭവിച്ചു. ഒരു നാട്ടുവൈദ്യനെ കൊണ്ട് അത് ശരിയാക്കി. നിങ്ങൾ വിഷമിക്കണ്ട, പെട്ടെന്ന് ഭേദമായിക്കോളും. ആ മരുന്നിനെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഇവരുടെ രക്തമെടുക്കാൻ ഈ സൂചി ഉപയോഗിച്ചു. തീർച്ചയായിട്ടും ഇത് പ്രവർത്തിക്കും. എനിക്ക് നല്ല അനുഭവമുണ്ട്. അതുകൊണ്ട് വിഷമിക്കില്ല. ഞാൻ എന്റെ സുഹൃത്തിനെ ഇത് ഉപയോഗിച്ചാണ് ശരിയാക്കിയത്. ഇത് അവരുടെ ദേഹത്ത് സ്പർശിച്ച ഉടനെ തന്നെ ഭേദമാവും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അയ്യോ, പിന്നെയോട്ടോ ബോധം പോ. വേഗം അവളെ അകത്തേക്ക് എടുത്തോണ്ട് പോ. വേഗം. അങ്ങേക്കൊന്നും പറ്റിയില്ല ഗുരുവേ. തുണിയെല്ലാം അഴുക്കായല്ലോ. അങ്ങ് പോയി തുണി മാറ്റിട്ട് വരൂ. ശരി വാ. ഞാൻ ജനിച്ചപ്പോ തൊട്ട് മാസത്തിൽ 2 തവണ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. ശരി, നിന്റെ നാക്ക് നീട്ട്. ഞാൻ എന്താ ചോദിച്ചെന്ന് വെച്ചാൽ ഇതൊന്നും അത്ര മാരകമായ അസുഖമൊന്നുമല്ല. അപ്പൊ ഏതാ പ്രശ്നമുള്ളത്? എനിക്ക് മനസ്സിലായിടത്തോളം ഇത് ഹിമറ്റമസിസ് ആണ്. ഈ മരുന്ന് വാങ്ങി കഴിച്ചോളൂ, പെട്ടെന്ന് തന്നെ സുഖമാവും. അടുത്ത ആളെ വിളിക്കേ. ഒന്ന് നിൽക്കൂ. അയ്യോ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നീ എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? മാസത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ വരുമെന്നോ? അതുകൊണ്ടാണ് എനിക്ക് ആ ചീട്ടിന്റെ ആവശ്യം വന്നത്. നിങ്ങളെ വന്ന് കാണിച്ചു കഴിഞ്ഞാ ഇനി ഇങ്ങനെ ഉണ്ടായില്ലെങ്കിലോ? നിന്റെ പേരെന്താ പറയൂ. സു ഷിയോൻ. പേരിന്റെ ആദ്യം സു, പിന്നെ ഷിയോ വാൻ. കറക്റ്റ് ആയിട്ട് എഴുതണേ. സൂഷിവാൻ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ ചീട്ട് കൊണ്ട് വരണം കേട്ടോ. ഒരുപാട് നന്ദി. ഇത്ര പെട്ടെന്ന് എനിക്ക് ബോധം വന്നോ? ആ വൈദ്യന് അത്ര നല്ല ഒരാളാ. അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നീ ഒരു എണ്ണട്ടയ്ക്ക് വേണ്ടി പറ്റിച്ചിരിക്കുകയാണ്. എന്റെ കയ്യിന്ന് വീട്. അപ്പൊ നീ ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നോ? തട്ടിപ്പുകാരി, അത് തിരിച്ചതാ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേ? വൈദ്യരെ, ഞാൻ പറ്റിച്ചതല്ലാതെ ഇവരോട് പറയൂ.
വേഗം വരൂ, അവളെ പിടിക്ക്. അവിടെ ഓടി രക്ഷപ്പെടുന്നു. ഒന്ന് വേഗം വരൂ. പെട്ടെന്ന് അല്ലേ? അല്ല, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഒരു പട്ടി കടിച്ചതാ. അത് ഏത് ഇനത്തിലുള്ള നായെന്നറിയോ? മനുഷ്യന്റെ പല്ലുപോലെ തന്നെയുണ്ട്. ഇപ്പൊ അത് നിങ്ങളുടെ സ്ഥലത്തു നിന്നാണ് ഓടിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അവള് പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾക്കറിയാലോ. അതിന് ഉറപ്പായിട്ടും ഒരു കാരണം ഉണ്ടായിരിക്കണമല്ലോ. കാരണം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവള് പറ്റിച്ചിരിക്കുകയാണ്. സാരമില്ല, വിട്ടേക്ക്. അതൊക്കെ പോട്ടെ. നിങ്ങളുടെ മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവര് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഫലമൊന്നും കാണുന്നില്ല. അവരുടെ അവസ്ഥ മോശമായിരിക്കുകയാണ്. ഓർമ്മക്കുറവുമുണ്ട് ഇപ്പോ. നിങ്ങള് നേരിട്ട് വന്ന് പരിശോധിച്ച് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. വേറെ രീതിയിൽ പരിശോധിച്ച് നോക്കൂ. വരൂ, വരൂ, ഇവിടെ വരൂ. എതിർത്താലും വില കുറവാണ്. 2 10. വരൂ, ഇവിടെ വരൂ. വിഷമം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സമാധാനം ഇല്ലാതെ ആവില്ല. അതെ അതെ, എന്നോട് ക്ഷമിക്കണം, എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊരു പോംവഴി എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയുന്നത് വരെ മുത്തശ്ശിക്ക് എങ്ങനെ ഭേദമാവും? നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആൻ, എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് തന്നെ ആ വൈദ്യശാലയിലേക്ക് പോയി നിന്റെ കാല് സുഖപ്പെടുത്താം. ഞാൻ ആ വൈദ്യശാലയിലേക്ക് പോയി ആ ചീട്ടും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോവാട്ടോ. ഇതെവിടെ പോയി? വൈദ്യനെ ഞാൻ പറ്റിക്കല്ലെന്ന് ഇവരോടൊന്ന് പറ. വൈദ്യനോ? എല്ലാം പോയി. അല്ല, നിനക്ക് എന്ത് പറ്റി? അതൊന്നുമില്ല, ഞാൻ ആ ചീട്ട് വൈദ്യശാലയിൽ തന്നെ മറന്നു വെച്ചെന്ന് തോന്നുന്നു. ഞാൻ പോയി എടുത്തിട്ട് വരാം. ആരാ അവിടെ ചോദിച്ചേ? അവിടെ ആരാണെന്ന് പോയി നോക്ക്. ഇവിടെ ആരുമില്ലല്ലോ. ശരി, ആ ഭാഗത്ത് പോയി നോക്കാം. ഒച്ച എടുക്കല്ലേ, അവരെങ്ങാനും കേട്ടാൽ എന്ത് ചെയ്യും? നീ ഇപ്പൊ ചെയ്ത കാര്യം കണ്ടിട്ടേ എല്ലാവരും ഇങ്ങോട്ട് വന്നേനെ. ഒരു പക്ഷെ നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ? നീ ചെയ്തത് വലിയ തെറ്റായി പോയി. അങ്ങനെയോ? ഇങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായല്ലോ. എന്നിട്ടും ഞാൻ ജീവനോട് തന്നെയുണ്ടല്ലോ. ഒരുപാട് വർഷങ്ങളായിട്ടോ? നീ കൊച്ചു പയ്യനല്ലേ, വേറെ വല്ല ജോലി നോക്കിക്കൂടായിരുന്നില്ലേ? ഇതുപോലത്തെ കള്ളത്തരൊക്കെ വിട്ടേക്ക്. അത് പിന്നെ നീയും ഞാനും ഒരേപോലെയാണെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയല്ലേ? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതിന്റെ ആദ്യത്തെ തവണയാ. ഈ കുടുംബത്തിലുള്ള ഒരാളുണ്ടല്ലോ എന്റെ ഒരു സാധനം മോഷ്ടിച്ചു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അദ്ദേഹത്തിന്റെ മുറി എവിടെയെന്ന് നിനക്കറിയാവോ? എനിക്കറിയാം. ശ്രദ്ധിച്ചു കേട്ടോ. അത് കണ്ടോ? ആ വഴിക്ക് പോണം. വലത്തോട്ട് തിരിഞ്ഞ് അവിടുന്ന് ഒന്നും കൂടി വലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ അവസാനം കാണുന്നതാണ് നീ അന്വേഷിക്കുന്ന മുറി. വളരെ നന്ദിയുണ്ട്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്ന് ഞാൻ പോട്ടെ. നമുക്ക് ഇനിയും കാണുന്നേ. അയ്യോ, നീ എന്തേ കാണിക്കുന്നത്? നീ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല വന്നത്. എന്റെ വസ്ത്രം എടുത്തതാ. ഞാനോ? നീ എന്താ നോക്കി നിൽക്കുന്ന?
വസ്ത്രമണിയിൽ. എന്റെ വാർ എവിടെയുള്ള? നീ എങ്ങനെ ഇവിടെ വന്ന? അല്ലല്ല, ഇത് ഞാനല്ല. നീ ഒന്നും കണ്ടില്ലല്ലോ. ഇല്ലല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. അന്ന് ഞാൻ നിന്നെ പിടിച്ചോണ്ട് നീ എന്റെ പുറകെ കൂടിയിരിക്കണോ? ഇവിടെ നീ മോഷ്ടിക്കാൻ വന്നിരിക്കണോ? ഞാൻ ചെയ്തത് തെറ്റാ. അങ്ങനെ നുണ പറയാൻ പാടില്ലായിരുന്നു. എന്റെ പേര് സോഷിവാൻ. സുഖമില്ലാത്തന്റെ അനിയന് വേണ്ടി ഇതൊക്കെ ചെയ്ത്. ചീട്ട് വാങ്ങാൻ വന്നപ്പോ എല്ലാം തീർന്നു പോയി. വേറെ വല്ല വഴിയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ആ ചീട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന, അതുകൊണ്ടാ ഞാൻ. അതെ, ഞാൻ സത്യമായിട്ട് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്ക്. നീ ഇപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ നിന്റെ സാധനം എടുത്ത് നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിങ്ങൾ എന്നത് സമ്മതിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ? നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇനി വിധി കർത്താവിനോട് സംസാരിക്കും. ദയവേത് അങ്ങനെ ചെയ്യല്ലേ. ആ ചീട്ട് എടുത്തിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് പോയേക്കാം. എന്നെ കണ്ടെന്നൊരു മണ്ണനെ പോലെ തോന്നുന്നുണ്ടോ? ആരെവിടെ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്ന എന്തിനാ? ഞാനോ? ഇവിടെ വേറെ ആരാ ഉള്ളത്? അത് കൊള്ളാം. നിങ്ങൾ കാശുള്ള ആളാണെങ്കിൽ എന്താ? നിങ്ങൾ ചിലപ്പോ മുതലാളിയായിരിക്കാം, പക്ഷെ എന്റെ അടുത്ത് മോഷ്ടിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളുടെ മുതലാളിത്തം എന്റെ അടുത്ത് ദുരുപയോഗം ചെയ്യാൻ നോക്കണ്ട, കേട്ടല്ലോ? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? എനിക്കെന്താ വേണമെന്നോ? എനിക്കോ? താഴെ ഒരു എലി. ആരെവിടെ? ആരുമില്ല ഇവിടെ. ഇപ്പൊ ഇവിടെ ഒരു കള്ളി വന്നിരുന്നു. ആദ്യം അവള് പിടിക്കേ. എത്രയും പെട്ടെന്ന് പോയി പിടിക്കേ. എന്തൊരു പെണ്ണാണ് അവള്. ശിവം, പറയൂ കൊച്ചു മുതലാളി. അല്ല, എന്താ അവിടെ ഒരു ശബ്ദം? മുതലാളിയുടെ മുറിയിൽ ഒരു കള്ളൻ കയറി. അതിന്റെ ദേഷ്യത്തിലാണ് അദ്ദേഹം. എങ്ങനെയെങ്കിലും കള്ളനെ പിടിച്ചേ തീരുമെന്നാ പറയുന്നത്. ശരി, ഞാൻ എന്റെ പുസ്തകം പുറത്തു വെച്ചിരിക്കുകയാണ്. അത് ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ എടുത്തുകൊണ്ടുവരാം കൊച്ചു മുതലാളി. അതിന്റെ ആവശ്യമൊന്നുമില്ല, അത് നിനക്ക് കിട്ടില്ല. ശരി. ഈ ഒരു ചീട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? ഈ ചെറുപ്രായത്തിൽ ഞാൻ എത്ര വലിയ സാഹസം ചെയ്തത്. നീ ഭാഗത്തേക്ക് പോ. ശരി ശരി. നിങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് പോ. ശരി. എല്ലായിടും നോക്കണം. എന്തു പറ്റി? ഭടന്മാര് വരുന്നുണ്ട്. ആ ഭാഗത്ത് ആരോ ഉണ്ട്, പോയി നോക്ക്. ആരാണത്? എന്താണ് നോക്കുന്നത്? എന്റെ കൂടെ ഒരു ആളുണ്ട്. ഇവിടുന്ന് പോകാൻ നോക്ക്. പോയാ കള്ളനെ പിടിക്കാൻ നോക്ക്. പോകാൻ. കൊച്ചു മുതലാളിയാണ്. വാ, നമുക്ക് പോവാം. നീ ചെയ്ത സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ സ്ഥലം അത്ര സുരക്ഷിതമല്ല. നീ ഇവിടുന്ന് വേഗം പോകാൻ നോക്ക്. ഇവിടെ നോക്ക്. നീ അങ്ങോട്ടേക്ക് പോ. ആ മതിൽ ചാടി കടന്നാ നിനക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. ശരി. അല്ല, നീ എന്റെ കൂടെ വരുന്നല്ല? ഇല്ല, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ വേറെ വഴിക്കാ പോകുന്നേ. അത് ഒരുപാട് അപകടം നിറഞ്ഞ വഴിയാണ്. എന്റെ അനിയൻ ഒറ്റയ്ക്കാണല്ലോ. ആദ്യം സ്വർഗം, അത് കഴിഞ്ഞ് ഭൂമി, അത് കഴിഞ്ഞ ഗുരു. ഗുരുവേ, ഞങ്ങളുടെ കൂടെ ആയിയുണ്ടല്ലോ. എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഭേദാവും. മൂന്നാമത്തത് നമ്മൾ രണ്ടുപേർക്ക് ഇടയിൽ. നിക്ക്, ഓടല്ലേ, നിക്ക്. ഇവിടെ നോക്ക്. ആദ്യം എന്നെ ഇങ്ങനെ വിളിക്കുന്നത് നിർത്ത്. അത് എന്റേതാ, എന്റെ കയ്യിൽത്താ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേട്ടാ? നീ ഇതുവരെ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ? നീ ഇപ്പൊ എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിന്റെ പേര് ഞാൻ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നീ സംസാരിക്കുന്നത് ശരിയല്ല. ഇത് കാണാൻ എന്ത് ഭംഗിയാ.
ഇപ്പൊ ഞാനിത് താഴെ ഇട്ടാ നിങ്ങൾ എന്താ ചെയ്യാ? അത് പിന്നെ ഞാൻ അപ്പൊ ഇന്നു മുതൽ ഞാൻ നിന്നെ ആയിന്ന് വിളിക്കും. ആയി, നീ എവിടെയാ ഉള്ളത്? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോ ഇദ്ദേഹമാണോ സൂസിയാൻ? വളരെ ശരിയാണ്. ഇവൻ സൂഷിയാൻ, ഞാൻ സൂഷിവാൻ. ഇവന്റെ ചേച്ചിയാ. ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്റെ അനിയന് വേണ്ടിയായിരുന്നു. നീ എന്നോട് കള്ളം പറയാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ എന്തിനാണ് ചെയ്തതെന്ന് അറിയില്ല. ഞങ്ങളടുത്ത് നിന്ന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ വായിൽ നിന്ന് രക്തം വരെ ഉണ്ടാക്കി കാണിച്ചത്? എന്തിനാ അങ്ങനെ ചെയ്തത്? വേദനിക്കുന്നുണ്ടോ? ഇല്ല, വേദനിക്കുന്നില്ല. എപ്പോ മുതലാണ് ഇങ്ങനെ തുടങ്ങിയത്? കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങനെയാ. ഞങ്ങള് രണ്ടുപേരും കൂടി ഔഷധങ്ങൾ ശേഖരിക്കായിരുന്നു. അപ്പൊ ഇവൻ മുകളിൽ നിന്ന് താഴേക്ക് വീണു. ഭാഗ്യത്തിന് ജീവനൊന്നും പറ്റിയില്ല. പക്ഷെ ഇവന്റെ കാലിന് നല്ലോണം പരിക്ക് പറ്റി. അപ്പോഴാണ് ഞാൻ ഈ വൈദ്യശാലയെ കുറിച്ച് കേട്ടത്. അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നീ ശരിയായ സ്ഥലത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഉള്ള സത്യം തുറന്നു പറയുകയാണെങ്കിൽ ഇതിനൊരു മരുന്നുമില്ല. എങ്കിലും നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. ഇതുപോലുള്ള അസുഖമൊക്കെ മാറാനായിട്ട് പഴയകാല പുസ്തകങ്ങളിൽ അക്യുപങ്ചർ എന്നൊരു ചികിത്സാ രീതിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള ഔഷധങ്ങൾ ചേർക്കുന്നത് കൊണ്ട് നിന്റെ അനിയന്റെ കാലുകൾ ഭേദപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ചികിത്സയ്ക്ക് ഒരുപാട് നാളുകൾ എടുക്കും. അതിന് ചെലവും വളരെ അധികമാകും. എന്റെ അനിയെ ഭേദമായി മാത്രം മതി. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. പൂ വേണോ? പൂ വാങ്ങിച്ചോളൂ. പൂ വേണോ? ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? ശ്രമിച്ചാലോ? പോയാലല്ലേ അറിയുള്ളൂ എന്താന്നുള്ളത്. ഒന്ന് പോയി നോക്കാം എന്തായാലും. ഇത് അവനല്ലേ? പോയാലല്ലേ അറിയുള്ളൂ എങ്ങനത്തെ ജോലിയാണെന്നൊക്കെ. ഞാനൊന്നും പോവില്ല. നമുക്ക് അതിലും ഭേദം വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന. ഇല്ലെങ്കിൽ അപ്പൊ വേറെ നോക്കാം. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോവാണെങ്കിൽ അപ്പോ ആയെ ഞാൻ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? ജോ കുടുംബം ലെനിൻ നഗരത്തിലെ വളരെ പ്രശസ്തമായ ഒരു കുടുംബമാണ്. ഞങ്ങൾ തോഴിമാർക്ക് ജോലിക്കാരോടുള്ള സമീപനം കുറച്ച് ക്രൂരമായിരിക്കും. എല്ലാരും ഒരുങ്ങിയിരുന്നോളൂ. എല്ലാരും തയ്യാറാണോ? ആരംഭിക്കൂ. ജോലിക്കാരായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യവും ബലവും വേണം. പണികളെല്ലാം തന്നെ പെട്ടെന്ന് തീർക്കണം. കാണാൻ അല്പം ഭംഗിയൊക്കെ വേണം. മുതലാളിയെയും അമ്മയെയും ശല്യം ചെയ്യാൻ പാടില്ല. നീ കണ്ടിട്ട് വിശ്വസ്തയാണെന്ന് തോന്നുന്നല്ലോ. ഇന്നാ ഇത് പിടിച്ചോ. ഇതെപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇവര് പുതുതായിട്ട് വന്നിരിക്കുന്ന ജോലിക്കാരികളാണ്. അങ്ങ് വന്ന് നോക്കൂ. ഇന്ന് നോക്കല്ലേ, ദൈവത്തിനെ നോക്കിയേക്കല്ലേ. ആ തലയൊന്ന് പൊക്കിയേ. മുതലാളി നിന്നോടാണ് പറഞ്ഞത്. എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണ് മുതലാളി. നല്ല ചുമയുണ്ട്. അത് നിങ്ങൾക്കും പകരും. നീയോ? അങ്ങേക്ക് ഇവിടെ അറിയാമോ? എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? എനിക്ക് അറിയുമെന്നോ? ഈ കള്ളി ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ടോ? എല്ലാ പരീക്ഷയിലും എനിക്ക് 1ാം സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. അതെ, അത് വളരെ ശരിയാണ്. ഇവൾക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. മറ്റുള്ള ആൾക്കാരെല്ലാം ഇവളുടെ പിന്നിലാണ്. മറ്റുള്ളവരോട് പോവാൻ പറയാ. ഇവളുടെ കഴിവ് എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഇവളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ശരി മുതലാളി, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരൂ. ശരിക്കൊരു രാക്ഷസനാന്ന് തോന്നുന്നു. ഒരു ചന്ദനത്തിരി കത്തി തീരുന്നതിന് മുമ്പ് ഞാനിത് നട്ടു തീർക്കണോന്ന്. എന്ത് ചെയ്യാനാ? എന്റെ ആയിക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്തല്ലേ പറ്റൂ. എല്ലാം തീർത്തു. പോയി ആ രാക്ഷസനോട് പറയട്ടെ. ഇനി സമ്മതിച്ചല്ലേ മതിയാവൂ. അയ്യോ, സൂക്ഷിച്ച് നോക്കി വന്ന് നിങ്ങൾ അവിടെ വന്നിരിക്കുക. വാനർ
മുത്തശ്ശി പതുക്കെ വന്നിരിക്കണേ. നിങ്ങൾ വിചാരിക്കുന്ന പെൺകുട്ടി ഞാനല്ല. വാനർ, നീ തിരിച്ചു വന്നല്ലോ. അല്ല, അത് ഞാനല്ല. നിങ്ങൾ വന്ന് അവിടെ വന്നിരിക്കുക. ഞാൻ വാനരല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. അവിടെ ഒന്ന് നിക്ക് മോളെ. നീ എവിടെ പോവാ? മുത്തശ്ശി, ഞാൻ വേറെ ജോലിക്കാരി അയക്കാം. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഞാൻ ഇപ്പൊ വരാം. വാനർ, മുതലാളി എന്റെ ജോലിയൊക്കെ തീർത്തു. ചന്ദനത്തിരി എപ്പോഴേ അണഞ്ഞല്ലോ. യുവാനി, മുതലാളി ഇവളിവിടുന്ന് പുറത്താക്ക. ഒന്ന് നിൽക്ക്. അത് അണയുന്നതിന് മുമ്പ് ഞാൻ എന്റെ ജോലി തീർത്തതാ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായി. അതുകൊണ്ടാ. ആരും വെളിയിലോട്ട് പറഞ്ഞു വിടണ്ട. മുത്തശ്ശി, മുത്തശ്ശി എന്താ ഇവിടെ ചെയ്യുന്നത്? മുത്തശ്ശിയോ? മുത്തശ്ശി, ഞാനാണ് വാനർ. ഞാനൊന്ന് ശരിക്കും കണ്ടോട്ടെ. മുത്തശ്ശി, ഞാൻ മുത്തശ്ശി എന്നും ഓർക്കാറുണ്ട്. വാനർ, അതെനിക്ക് നിന്നെ മനസ്സിലാവും. കാണാൻ പറ്റാതെ ഞാൻ എന്ത് വേദനിച്ചെന്നറിയോ? നീ ഇത്രയും വർഷം നീ എവിടെയായിരുന്നു? അയ്യോ, എന്റെ മോടെ മുഖം എല്ലാം അങ്ങ് വാടിപ്പോയി. ജാൻസി, നീ എന്റെ മോളെ നല്ല പോലെ നോക്കിക്കോണേ. മുത്തശ്ശി, അവൾക്ക് വീട്ടിൽ പോണെന്നാണ് പറയുന്നത്. ഒരുപാട് ദൂരത്തു നിന്നാണ് അവൾ വന്നിരിക്കുന്നത്. അവളുടെ വസ്ത്രം പോലെ അവൾ മാറ്റിയിട്ടില്ല. മുത്തശ്ശി വിശ്രമിക്കേ. ഞാൻ ഇവളെ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുവരാം. യുവാനെ, മുതലാളി വരൂ, നമുക്ക് പോകാം. വാനേ, നീ നല്ലപോലെ ഡ്രസ് എല്ലാം ചെയ്ത് എന്നെ ഒന്ന് കാണാൻ വരണേ. തീർച്ചയായിട്ടും വരാം മുത്തശ്ശി. ഞാൻ പോവാ. നീ എന്തായി ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ കൈന്ന് വിട്. ഇതിൽ എന്റെ തെറ്റ് എന്താ ഉള്ളത്? മുത്തശ്ശി എന്നെ വാണാർന്ന് വിളിച്ചതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നീ മുത്തശ്ശിയുടെ പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കാണോ? എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ച മുത്തശ്ശി പിന്നെ എപ്പോഴും സന്തോഷായിരിക്കും. ആ വാണാരാരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ കണ്ടപ്പോ മുത്തശ്ശി ഒരുപാട് സന്തോഷിച്ചു. അതിനെന്തോ ഒരു കാരണമുണ്ട്. ഇപ്പോഴല്ലേ എന്നെ കണ്ടുമുട്ടിയത്. ഇനി പെട്ടെന്ന് എന്നെ കാണാതെ പോയാ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഷ്ടമുണ്ട്. നീ പുറപ്പെട്ടോ? എന്നെ കാണാൻ എങ്ങനെയുണ്ട്? വസ്ത്രം നന്നായിട്ടുണ്ട്. മുത്തശ്ശിയുടെ അറയിലുള്ള ദാസികളോട് പോവാൻ പറ. ആരും അവരെ കാണാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. ശരി. ശരി, വാ പോവാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ? നല്ലോണം ഓർമ്മയുണ്ട്. യുവാനെ, മുതലാളി ജാൻസി, മുത്തശ്ശി അവള് വന്നു. ആ വന്നല്ലോ. മുത്തശ്ശി. ആ, വാ, എന്റെ അടുത്ത് വാ. ഇത്രയും വർഷം നീ എവിടെ പോയിരിക്കുകയായിരുന്നു? മുത്തശ്ശി, ചെറുപ്പത്തിലെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അച്ഛനും അമ്മയും പറഞ്ഞത് ഞാൻ അവരുടെ സ്വന്തം കുട്ടിയല്ലാന്നാ. അവരെന്നെ ദത്തെടുത്തതാത്രേ. ഏതായാലും നീ തിരിച്ചു വന്നല്ലോ. ഭാഗ്യം. യാങ്സിയാണ് എന്നെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഒരുപാട് നന്ദിയുണ്ട് യാങ്സി. അത് സാരമില്ല. മുത്തശ്ശി, മരുന്ന് കഴിക്കാനുള്ള സമയമായി. എനിക്ക് ഈ മരുന്നൊന്നും വേണ്ട. കുടിക്ക് മുത്തശ്ശി. ഭയങ്കര കയ്പ. എന്തൊരു അത്ഭുതം. ഈ രാക്ഷസന് വികാരങ്ങളൊക്കെ ഉണ്ടല്ലേ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നിങ്ങൾക്കുള്ള മുറി. ഈ മുറിയോ? ഇത് പഴയ പണിക്കാരുടെ മുറിയാണ്. ഇത് മാത്രമേ ഒഴിവുള്ളൂ. ഞാനിപ്പോ മുത്തശ്ശിയുടെ പേരക്കുട്ടിയല്ലേ. അപ്പൊ ഞാൻ നിന്റെ മുതലാളിയും കൂടിയാ. ഒരു മുതലാളി ഇതുപോലത്തെ മുറിയിൽ എങ്ങനെ താമസിക്കുക? മുതലാളി പറഞ്ഞിട്ടുണ്ട്, നിന്റെ പണി എന്താണെന്ന് വെച്ചാ ദിവസവും 2 നേരം മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുന്നതാണ്. ബാക്കി സമയത്ത് നീ വെറും പണിക്കാരി തന്നെയാ. അദ്ദേഹത്തിന്റെ ഉത്തരവ് നീ അനുസരിച്ചേ മതിയാകൂ. എന്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ഒട്ടും ഇല്ല. ശരി, എന്നാ പിടിച്ചോ. ഒരുപാട് നന്ദി. കൊള്ളാലോ.
ഞാൻ തൊടുന്നതൊക്കെ മനോഹരാകും. പക്ഷേ ഇപ്പൊ എവിടെയായിരിക്കും ഉണ്ടാവുക അറിയില്ലല്ലോ. എന്താ ഇതുവരെ എന്നെ കാണാൻ വരാത്ത? നീ വന്നല്ലേ? നിലാവിനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഈ നിലാവ് വെളിച്ചത്തിൽ വ്യായാമം ചെയ്താലേ ശരീരത്തിന് വളരെ നല്ലതാ. ഇവർക്കിപ്പൊ ശ്രദ്ധ കൂടിക്കൂടി വരികയാണല്ലോ. നമ്മള് കുറച്ച് സൂക്ഷിച്ചിരിക്കണം. നീ മതില് ചാടി നോക്കുന്ന നിർത്തണേ. ഞാൻ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണം? മുതലാളി, ഈ സമയത്ത് നീ എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇവിടെ കറങ്ങി നടക്കുന്നവരെ പിടിക്കാന്ന് വിചാരിച്ചു. അല്ലല്ല, സത്യം എന്താന്ന് വെച്ചാ ഇവിടെ ആരെങ്കിലും മദ്യപിച്ച് വീഴാണെങ്കിലേ അവർക്ക് താഴെ വീഴുമ്പോ പരിക്ക് പറ്റില്ലേ? അതുകൊണ്ട് അവര് വീഴുന്ന സമയത്ത് ഞാൻ ചെന്ന് പിടിക്കാന്ന് വിചാരിച്ചു. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി നോക്ക്. എന്ത്? പകൽ സമയത്ത് ജോലി ചെയ്യണം, രാത്രി സമയത്ത് സഹായിക്കണം. ഓരോ സമയത്തും ഓരോ ദാസിമാരുണ്ട്. നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി. അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് കാശിന് അത്യാവശ്യമുണ്ട്. ഒരു സുഖമില്ലാത്ത അനിയനുണ്ട്. സഹോദരനോ? തന്റെ സഹോദരി ഒരു ദുഷ്ടചിന്തയുള്ള ആളാണെന്ന് അറിഞ്ഞാൽ അവൻ എന്തുമാത്രം കഷ്ടപ്പെടും. അവനെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. സുഷിവാനൊന്ന് ആലോചിച്ച് നോക്ക്. ആ മുതലാളി ഒരു രാക്ഷസൻ തന്നെയാ. പക്ഷെ നീ നിന്റെ തെറ്റ് സമ്മതിക്കണ്ടേ? എന്നിട്ടിപ്പൊ എന്തായി നോക്ക്. ഇവിടുന്ന് ഒരു ചില്ലി കാശ് പോലും ഉണ്ടാക്കിയില്ല. ആയെ പോലും കാണാൻ പറ്റിയില്ല. സമയം ഒരുപാടായി. എല്ലാം അങ്ങ് നിർത്തിയേക്കാലേ. പണമല്ലേ എന്റെ പ്രശ്നം. അത് വേറെ എവിടെയെങ്കിലും ചെന്ന് പണിയെടുത്ത് ഉണ്ടാക്കാലോ. വേറെ നല്ലൊരു അവസരം കിട്ടുമ്പോ ആയെ വന്ന് കാണാം. ഇപ്പൊ ഇവിടുന്ന് പോകേണ്ട സമയമായി. മാത്രമല്ല എനിക്ക് ഈ മുറി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് മുത്തശ്ശിക്ക് കൊടുത്തിട്ട് പോവാം. മുത്തശ്ശി, ഈ മരുന്ന് കുടിക്ക്. എനിക്കിത് വേണ്ട. ഇതിന് ഭയങ്കര കയ്പ. നല്ല കയ്പുണ്ടല്ലേ? മുത്തശ്ശിക്ക് ഇത് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഞാൻ ഇത് കൊണ്ടുവന്നത്. നോക്കി, ഇതിലെന്താ ഉള്ളത്? ഇതിലേ തേനുണ്ട്. ഇത് കഴിച്ചു നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇത് നമുക്ക് മരുന്നിൽ കലക്കി എന്നിട്ട് കുടിക്കാം. എന്തു പറയുന്നു? ഇത് നന്നായിട്ടുണ്ട്. ഇതിന് നല്ല മധുരം. ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ? ശരി, ഇനി കുറച്ചുകൂടി കുടിച്ച്. കുടിച്ചോളാം. ഇപ്പൊ നല്ല മധുരമല്ലേ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ഒന്നും പറ്റിയില്ല. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ഇന്നലെ നീയല്ലേ എന്നോട് പറഞ്ഞത്. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ഒരു തരത്തിൽ എനിക്ക് ഇവിടെ പുതിയ ജോലി കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാനിവിടെ കച്ചവടത്തെ കുറിച്ച് പഠിക്കാൻ വിചാരിക്കുന്നു. അല്ല, നീ എന്തിനാ അങ്ങോട്ട് വന്നേ? അത് ഞാനൊട്ടും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് തോന്നി ജോലി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ജോലിക്കാരിയായിട്ട് ചേർന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാലോ അല്ലേ? അല്ല, നീ ഇതിന്റെ മേളിൽ എന്തെടുക്കായിരുന്നു? മുത്തശ്ശിക്ക് വേണ്ടി തേനെടുക്കാൻ വന്നതാ. അപ്പൊ നീ കഴിവുള്ളവളാണ്. ഇത് നീ ചെറുപ്പം മുതലേ ഇട്ടോണ്ടിരിക്കുകയാണല്ലേ? ഇതോ? അതെ. എന്താ? നിനക്കൊട്ടും ഓർമ്മയില്ല? നീ ഇത് പിന്നെ ഞാൻ ഇതെന്റെ അടുത്ത് ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷെ എനിക്ക് വേറൊന്നും ഓർമ്മയില്ല. ഞാൻ ഇവനെ പരിചയപ്പെടുത്താം. ഇവൻ എന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരേ ജോലിയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ജോലി കാണാതെ പോയി. അതാണ് തരുന്നത് അല്ലേ?
ചൂല ദേ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു. കിട്ടിപ്പോയി. ഓ ഇതിവിടെ ആരാ വെച്ചേ? ഇനി ഇവിടെ ഒന്നും വെക്കാതെ കേട്ടോ. ശരി എന്നാ ഞങ്ങള് പോട്ടെ, കുറച്ച് പണിയുണ്ട്. ഒന്ന് നിന്നെ. എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദി. ഞാൻ നിന്നെ ഉറപ്പായി സഹായിക്കും. അതൊന്നും സാരല്ല. ഒന്ന് നിന്നെ. നാളെ നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമോ? എനിക്കൊരു സമ്മാനം തരണമായിരുന്നു. ശരി, നോക്കട്ടെ. അല്ല, പക്ഷേ ആ രാക്ഷസൻ എന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞില്ലേ? അപ്പൊ എങ്ങനെ നാളെ ഞാൻ ആയെ കാണും? അത് മാത്രമല്ല, അവൻ എന്നെ ഒട്ടും ഓർമ്മയില്ല. എന്നാലും സാരില്ല, ഞാൻ ഇവിടുന്ന് പോവില്ല.指尖触